അങ്ങനെ എപ്പിസോഡ് 3യുടെ തുടക്കത്തിൽ നമ്മുടെ അയൂമി ഉണ്ടല്ലോ, അവൾ ഉയരം കൂടിയ ഒരു പടിക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നേരത്തെ യുമിനി ഇതേപോലെ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോഴാണല്ലോ ഇവർ രണ്ടുപേരുടെയും ബോഡി തമ്മിൽ സ്വിച്ച് ആയത്. അപ്പൊ ഇവളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് വെച്ചാൽ ഒക്കെ പഴയ പോലെ ആകും വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ പാവ അയ്യോമ്മി, അവൾക്കുണ്ടോ യുമിനിയുടെ എത്ര ധൈര്യം? അവൾ എത്ര നോക്കിയിട്ടും അവളെ കൊണ്ട് ചാടാൻ പറ്റുന്നില്ല. അപ്പതേ അവിടേക്ക് കാക ഓടിക്കൊണ്ടുവരുന്നു. എടി നീ എന്തൊക്കെയാ ചെയ്യുന്നത്? അവിടെ നിങ്ങാനും വീണെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വഴക്ക് പറയാണ്. സംഭവം ഇവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ട് 1 by 1 ആയിട്ട് ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊന്നും സക്സസ് ആയതുമില്ല. ഇനി ഇതും കൂടി ചെയ്തിട്ട് വെറുതെ അപകടം വരുത്തി വെക്കണോ എന്ന് പറയാണ് കാക. സീൻ അവിടെ കട്ട് ചെയ്താ ഇപ്പോഴത്തെ നമുക്ക് യുമിനെ കാണിക്കാണ്. അവൾ കൊഷീരോടൊപ്പം ഡേറ്റിങ്ങിന് വന്നതായിരുന്നു. ഇവരെ കണ്ടിട്ട് ചില ബോയ്സ് ആ പെൺകുട്ടിയെ നോക്കി എത്ര ക്യൂട്ടായിട്ടുണ്ട്, അവളുടെ കൂടെയുള്ളത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് യുമിനിക്ക് നല്ല സന്തോഷമാകാണ്. കാരണം അയോമിയുടെ ശരീരം കിട്ടിയതുകൊണ്ടാണല്ലോ അവൾക്ക് ഈ പ്രിവിലേജ് ഒക്കെ കിട്ടുന്നത്. ഈ സമയത്ത് കാഗ്യോ അയോമിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആകെ ശോകം അടിച്ചിരിക്കുക. ആ യുമിനി വാതുറന്ന് സത്യം പറയാന്നല്ലാണ്ട് വേറെ വഴിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് കാക. അപ്പോഴാണ് അയോമി ഇന്നലെ അവൾക്ക് ആ കോള് വന്ന കാര്യം പറയുന്നത്. കാക, എനിക്ക് ഇന്നലെ ഒരു ലേഡിയുടെ അടുത്ത് നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും യുമിനിയും തമ്മിൽ ബോഡി സ്വിച്ച് ആയ കാര്യം അവർക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. അവരുടെ എന്തോ റിസർച്ചിന് ഞാൻ കോപ്പറേറ്റ് ചെയ്യാണെന്ന് വെച്ചാൽ ആ ഒരു ബോഡി സ്വിച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാന്നാ പറഞ്ഞേ എന്ന് പറയാണ്. ഇത് കേട്ട് കാക, എന്നിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത്? വാ നമുക്ക് വേഗം പോയി അവരെവിടെയെന്ന് വെച്ചാൽ അവർ പോയി കാണാ എന്ന് പറയാണ്. പക്ഷേ അവർ പറയുന്നതൊക്കെ സത്യമല്ലെങ്കിലോ, നമ്മളിങ്ങനെ അവർ വിശ്വസിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ, എന്തായാലും നമുക്ക് ഇവരൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാക അയോമിയും കൂട്ടിയിട്ട് അവരുടെ ലാബിലേക്ക് പോവാണ്. അയോമി അവരുടെ തത്തയും കൂടെ കൊണ്ടുവന്നിരുന്നു. നല്ല ധൈര്യം സംഭരിച്ച് വന്നാണെങ്കിലും അവിടെ എത്തിയതും അവളായി ചെറുതായിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് കാക, നീ പേടിക്കൊന്നും വേണ്ട, ഇവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാനല്ല നിന്റെ കൂടെ അടിച്ചല്ലാത്തിനും നിലം പരിശാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊന്ന് ചീറപ്പയ്യാണ്. അപ്പൊ തന്നെ അവൻ്റെ അടുത്തേക്ക് ആ ലേഡിയും വരുന്നു. ഇവരെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ അവരിങ്ങോട്ടും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പറ്റിക്കല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കാർഡ് കൊടുക്കുകയാണ്. അവരുടെ പേര് മാവോ യുക്കോൻ എന്നായിരുന്നു. റെഡ് മൂണിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. അവർ അയോമിയുടെ അടുത്ത് നിന്ന് തത്തയെ വാങ്ങിയിട്ട് നിങ്ങൾ ഇതിന് കൊണ്ടുവന്നു അല്ലേ, താങ്ക് യു, വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ അവരെ വിളിക്കുകയാണ്. അപ്പൊ കാക അവരുടെ അടുത്ത്, അല്ല നിങ്ങൾ ഈ ബോഡി സ്വിച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയുന്ന പറഞ്ഞ കാര്യം ആ സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. സത്യം തന്നെയാണ്, അറ്റ്ലീസ്റ്റ് ഞാനും ഒരാളുമായിട്ട് ബോഡി സ്വിച്ച് ചെയ്തതല്ലേ, അപ്പൊ എനിക്ക് അറിയുമല്ലോ അല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടതും കാക അയോമി ഇങ്ങനെ അമ്പരം നിൽക്കുക. അങ്ങനെ അവരകത്ത് ചെല്ലാണ്. അയോമിയും കാഗ്യ അവരുടെ അടുത്ത്, അല്ല നിങ്ങൾ ശരിക്കും ആരായിരുന്നോ, നിങ്ങൾ എങ്ങനെയാണ് ബോഡി സ്വിച്ച് ചെയ്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നീ നിന്റെ കാര്യം പറ, നിങ്ങൾ എങ്ങനെയാണ് സ്വിച്ച് ആയത്, നിനക്ക് എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുകയാണ്. അയോമി അങ്ങനെ അവൾക്കും യുമിനിക്കും ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാണ്. അതെല്ലാം കേട്ടതിന് ശേഷം അവർ അപ്പോൾ യുമിനിക്ക് ബോഡി സ്വിച്ച് ആകാൻ വേണ്ട എല്ലാ കണ്ടീഷനെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം എന്ന് പറയാണ്. കണ്ടീഷൻസോ? അതെ, ഇത് നടക്കണമെന്ന് വെച്ചാൽ 3 കണ്ടീഷൻസ് ഉണ്ട്. 1, നിങ്ങൾ റെഡ് മൂണുള്ള ദിവസം സൂസൈഡ് ചെയ്യണം. 2, നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചിരുന്നത് അയാൾ നിങ്ങളിത് ചെയ്യുന്നത് കാണണം. 3, നിങ്ങളിതിൽ എന്തായാലും മരിക്കണം. ഇത് 3 ഓക്കെ ആയാലേ ബോഡി സ്വിച്ചിങ് നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അടുത്ത സമയം യുമിനിയുടെ മുന്നിൽ വെച്ച് സൂസൈഡ് ചെയ്യണം എന്നാണോ? അപ്പോൾ കാകാവിൻ്റെ അടുത്ത്, നീ പേടിക്കൊന്നും വേണ്ട, അത് നമ്മൾ എന്തായാലും ജയിക്കുകയും ചെയ്യും, നീ പഴയ പോലെ ആകുകയും ചെയ്യും എന്ന് പറയാണ്. എന്ന് ജയിക്കുന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യം നിങ്ങൾ എനിക്ക് പറയാനുള്ളത് മുഴുവനായിട്ടും കേൾക്ക്, ഇതാദ്യം കാണ് എന്ന് പറഞ്ഞിട്ട് അവർ TV-യിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ കട്ട് ചെയ്താ അയോമിയും കൊഷിരോയും കാണിക്കുകയാണ്. അവര് പാർക്കിലൊക്കെ പോയിട്ട് നല്ല ഗെയിംസ് ഒക്കെ കളിച്ച് അവരുടെ ഡേറ്റിംഗ് നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. യുമിനി കൊഷീരോടെ ഒപ്പം ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർ തിരിച്ചു വരാൻ നേരം യുമിനി അവന്റെ അടുത്ത്, കൊഷീരോ, ഇന്ന് എന്നെ ഔട്ടിങ്ങിനെ വിളിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ ശരിക്കും ഒരു ഡ്രീമിൽ ജീവിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറയാണ്. ഈ ചെറിയ കാര്യമൊക്കെ എന്തിനത്തേക്ക് വലുതാക്കി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, നിന്റെ കൂടെ ഡേറ്റിന് വരാന്നുള്ളത് എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് എന്ന് പറയാണ്. എനിക്കറിയോ, ഞാൻ ശരിക്കും ആദ്യം മരിക്കാനായിരുന്നു പോയത്, പിന്നെയാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എന്താ നീ പറയുന്നേ? യുമിനി കുറെ കൂടെ ഇമോഷണൽ ആകാൻ തുടങ്ങി. നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയോ? നിന്റെ ഈ കൈ എനിക്ക് വിടാനേ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ചോദിച്ച കാര്യവും എന്നെക്കൊണ്ട് പറയാൻ പറ്റാത്തത്. കൊഷീര അവളുടെ അടുത്ത് കാഗിയായിട്ട് മാറണമെന്നും ബോഡി സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൾ എൻ്റെ അടുത്ത്, നീ ആ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ കൂടെ ഡേറ്റിങ്ങിന് വന്നത്, എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ എന്നെ വീട്ടിൽ പോവില്ലേ? നീ കൂടെ എന്നെ ചതിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യാണ്. കൊഷീരയ്ക്കും അവൾ പറഞ്ഞത് കേട്ടിട്ട് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ഈ നേരം ഇവിടെ അവർ ആ വീഡിയോ കാണാണ്. അതിലുള്ള ആ ലേഡി, എല്ലാം ഓക്കെ അല്ലേ, എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ലേ, എൻ്റെ പഴയ ജീവിതം അതെനിക്ക് തിരിച്ചിട്ടാൻ പോകല്ലേ എന്നൊക്കെ പറയാണ്. ആക്ച്വലി ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള സ്ത്രീ ഉണ്ടല്ലോ, ഇവരുടെ യഥാർത്ഥ ശരീരമാണ് ഇപ്പോൾ ആ ലേഡിയുടേത്. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആയിരിക്കുകയാണ്. ഇപ്പോൾ പഴയ പോലെ ആകാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നതാണ് ആ വീഡിയോയിൽ. ആ ലേഡിയും യുമിനിയെ പോലെ തന്നെ ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതും എന്ന സ്പോട്ടിൽ തന്നെ മരിക്കുന്നതുമാണ് പിന്നെ കാണുന്നത്. അയുമിയും കാഗിയും അവർക്ക് എന്താ സംഭവിച്ചത്, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്.
സത്യമാണ്. ഞങ്ങളെല്ലാം നോക്കി വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ ആ ബോഡി സ്റ്റിച്ചിങ് നടന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തിരികെ ഞങ്ങളുടെ ശരീരത്തിലെത്താൻ സാധിച്ചില്ല. അവൾ എൻ്റെ ശരീരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നില്ല, വേറെയും 2 പേഴ്സ് ഉണ്ടായിരുന്നു. അവരും അവരവരുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമം നടത്തി. എന്നാൽ അവരിലും ഓരോരുത്തരും മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ബോഡി സ്റ്റിച്ചിങ് നടത്തിയ എല്ലാവർക്കും അത് അവസാനമാണ്. പിന്നീട് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. അപ്പോൾ കാക്ക അവരുടെ അടുത്ത് വേറെ വഴിയൊന്നുമില്ലേ, ഇത് ചിലപ്പോൾ ഇനി അവർ ഫെയിലായതാണെങ്കിലോ നമുക്ക് അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെയായിരിക്കാം, വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ലെങ്കിൽ എന്ന് പറയാണ്. കാഗിയോ അയൂമിയും ആകെ സൈലൻ്റ് ആവുന്നു. എൻ്റെ അവിടെ കട്ട് ചെയ്ത അടുത്ത സീനിൽ കൊഷിരോ യുമിനിയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് കാണിക്കുന്നത്. കൊഷിരോ അവളുടെ അടുത്ത് യുമിനി, നീ അന്ന് മരിക്കണമെന്ന് വിചാരിക്കാൻ മാത്രം എന്താ നടന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ യുമിനിക്ക് അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കാൻ ഒട്ടും താല്പര്യമില്ലല്ലോ. അവൾ അവൻ്റെ അടുത്ത് ഞാനിപ്പോൾ യുമിനിയല്ല അയൂമിയാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ കട്ടാക്കിയ കാഗി അയൂമിയും കാണിക്കുകയാണ്. ഇനി തനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തിട്ട് അയ്യൂമിയാകെ സാഡായിട്ട് നടക്കുകയാണ്. കാക അവളെ വീട് വരെ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് പോകണം കാക എന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോവാണ്. വഴിനീളെ നടന്നതൊക്കെ ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ടായിരുന്നു അവൾ പോയത്. എനിക്കിനി ഒരിക്കലും എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, എൻ്റെ പഴയ ജീവിതം എനിക്ക് നഷ്ടമാകാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരേ കരച്ചിലാണ്. ആ വിഷമത്തിൽ വേഗം അവൾ ഓടി അവളുടെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അവിടെ തൻ്റെ സ്ഥാനത്തിരുന്ന് തൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരുപാട് നല്ല സമയം സ്പെൻഡ് ചെയ്യുന്ന യുമിനിയാണ് അവൾ കാണുന്നത്. ഇതുകൂടി കണ്ടപ്പോൾ അവൾ ആകെ തകർന്നു പോവാണ്. എന്നാൽ അപ്പം തന്നെ കൃത്യസമയത്ത് അവിടേക്ക് കാക വരാണ്. അയ്യൂമി, നിനക്ക് വീണ്ടും പഴയ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിനക്കാണെ എങ്ങനെയാണെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും പകരമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കും. ഐ ലവ് യു അയ്യൂമി എന്ന് പറഞ്ഞ് കാക അവൻ്റെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യാണ്. ഇത് കേട്ട് അയ്യൂമി ആകെ അന്തം വിട്ട് നിൽക്കുക. അപ്പണ്ട് അയ്യൂമി എന്ന് വിളിച്ചുകൊണ്ട് കൊഷീറോ അങ്ങോട്ട് വരുന്നു. അവൻ അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അയ്യൂമിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവളെ വലിച്ചുകൊണ്ട് പോവാണ്. കായ്ക്കും ആകെ എന്തോ പോലെ ആകുകയാണ്. അവൻ അവിടെ കൊഷീറോയെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ കൊഷീറോ അയ്യൂമിയെ വിളിച്ചിട്ട് അടുത്തുള്ള ഒരു ചെറിയ പാർക്കിൽ പോയി നിൽക്കുകയാണ്. തണുപ്പൊക്കെ ആയതുകൊണ്ട് അവന്റെ കോട്ടൊക്കെ ഊരിയിട്ട് ഇങ്ങനെ അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവന്റെ ആക്ഷൻസ് കാണുമ്പോൾ അവരുടെ അടുത്ത് അത്യാവശ്യം കെയറിംഗ് ഒക്കെ ഉള്ള പോലെ തന്നെ തോന്നുന്നത്. അയ്യൂമി നമ്മളെ പോലെ തന്നെ ചെറുതായിട്ട് കൺഫ്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അവനവന്റെ അടുത്ത് എന്തായിരുന്നു അവിടെ, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. കാക ഐ ലവ് യു പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചാണെന്ന് അവൾ വിചാരിച്ചത്. എന്നാ അവൻ അതല്ല, നിങ്ങളെന്തോ തിരിച്ചു വീണ്ടും പഴയ പോലെ ആകാൻ പറ്റില്ല എന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ, അതെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഓ അതോ, ഞാൻ ഈ ബോഡി സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, അയാളെ പറഞ്ഞതെന്ന് പറഞ്ഞ് അയ്യൂബി നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ അടുത്ത് പറയാണ്. അതിനുശേഷം അവൻ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായില്ലേ എന്നും പറയാണ്. ഇവന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അയ്യൂമിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പൊ അവൻ യുമിനിയുടെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതായിട്ട് പറയാനും പറ്റുന്നില്ല. അതൊക്കെ ഓർത്ത് ഇപ്പൊ ആകെ ഒരുമാതിരി ആയിട്ടിരിക്കുമ്പോഴാണ് കൊഷീർ അവളുടെ അടുത്ത് നീ കാകെ ഡേറ്റ് ചെയ്യാൻ പോകണോ എന്ന് ചോദിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയായിരിക്കുന്നു. അവനിതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. അയ്യൂമിക്കാണെങ്കിൽ ആകെ വിഷമാവുന്നു. കൊഷീരയുടെ മനസ്സിൽ തനിക്കിപ്പോ ഒരു സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആകെ സങ്കടപ്പെട്ടിട്ട് അവൾ തിരിച്ചു പോവാണ്. നോക്കുമ്പോഴേ വഴിയിൽ അവളെയും കാത്ത് നിൽക്കുകയാണ് കാക. അവൾ വേഗം അവൻ്റെ അടുത്ത് ചെന്ന്, കാക നീ കൊഷീരയെ കുറിച്ച് ഓർത്തിട്ടാണോ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തത്? പേടിക്കണ്ട, അവൻ ബോഡി സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാ, വേറൊന്നുമില്ല എന്ന് പറയാണ്. അപ്പൊ കാക അവളുടെ അടുത്ത് അല്ല അതിനു വേണ്ടിയല്ല, ഞാൻ നിന്നോട് സോറി പറയാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറയാണ്. നീ ഓൾറെഡി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അതിനിടയിൽ ഞാനും കൂടെ വന്ന് എന്റെ ഫീലിങ്സ് എല്ലാം പറഞ്ഞ് നിന്നെ കൂടുതൽ ടെൻഷൻ ആക്കാൻ പാടില്ലായിരുന്നു. മാത്രമല്ല കൊഷീരോ അവന്റെ മനസ്സിൽ ശരിക്കും എന്താണെന്നറിയില്ല. അന്ന് നീ ആ ഗോസ്റ്റ് ഹൗസിൽ പെട്ടുപോയ സമയത്ത് അവൻ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എത്തിയത്. നീയും യുമിനിയും തമ്മിൽ സ്വിച്ച് ആയതിനു ശേഷവും അവന് നിന്റെ അടുത്ത് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. ഇതെല്ലാം മറിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞത് അത് ശരിയായില്ല. ഇനി നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നീ ഇപ്പൊ നിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് അവളെ ഒന്ന് ചീരപ്പ് ചെയ്തിട്ട് കാക അവിടുന്ന് പോവാണ്. അങ്ങനെ അയൂമിയും തിരിച്ച് യുമിനിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒക്കെ ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ വീട്, ഇനി ബാക്കിയുള്ള ജീവിതം ഇവിടെ ഇങ്ങനെ തന്നെ കഴിച്ചുകൊണ്ട് വരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയം ഇവിടെ കൊഷീറയെ കാണിക്കുന്നുണ്ട്. അവൻ കാര്യമായിട്ട് ആ റെഡ്മോണിനെ കുറിച്ചും ബോഡി സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിസർച്ച് ഒക്കെ അതിന് പിന്നാലെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ ആദ്യമായിട്ട് ബോഡി സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് മനസ്സിലിങ്ങനെ ഉറപ്പിക്കുകയാണ്. അവിടെ സീന് കട്ട് ചെയ്താൽ നേരെ ആ ലേഡിയുടെ വീട് കാണിക്കുകയാണ്. അവിടെ കൂട്ടില് ആ തത്തമ്മയെ കാണാനില്ലായിരുന്നു. ആരെങ്കിലും പരസ്പരം ബോഡി സ്റ്റിച്ച് ചെയ്യാണെന്ന് വെച്ചാൽ അവർക്കരികിൽ ഈ തത്തയുണ്ടാവുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സോ ഇനി ആരാണ് അടുത്തതെന്ന് പറഞ്ഞ് അവരൊന്ന് ടെൻഷൻ ആവാണ്. അടുത്ത സീനില് നെക്സ്റ്റ് സ്കൂള് കാണിക്കാണ്. അയൂമി വന്നതും കാക അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം വിട്ട് അവളുടെ അടുത്ത് കാഷ്വൽ ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. അയൂമി, ഇടി നീ ഹോംവർക്ക് ചെയ്തായിരുന്നു? ഞാൻ ഇന്നലെ 1 മണി വരെ ഫോണിൽ കളിച്ചിട്ട് ഒരു ഹോംവർക്കും ചെയ്തില്ല, നീ ആ നോട്ട്സും തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫണ്ണി ആയിട്ട് സംസാരിക്കാം. അയൂമിക്ക് അറിയാം അവൻ ഇപ്പോഴും അവളെ ഇഷ്ടമാണെന്നും അവളുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും. അവളുടെ മനസ്സ് മുഴുവൻ അവൻ എന്ത് മറുപടിയെ കൊടുക്കുക എല്ലാം അറിഞ്ഞിട്ടും അവന്റെ അടുത്ത് പഴയ പോലെ സംസാരിക്കാൻ പറ്റുമോ, അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് യുമിയുടെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, റിച്ചു മരിയ, അവര് വരികയും കാകാടാ നിന്റെ അടുത്ത് 1 മിനിറ്റ് സംസാരിക്കണോ, നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞിട്ട് കാകയെ മാത്രം വിളിച്ചോണ്ട് പോവുകയും ചെയ്യാണ്.
അവരവന്റെ അടുത്ത് ഡാ നിനക്ക് എന്താ പറ്റിയത്, നിങ്ങൾ എല്ലാരും നല്ല കൂട്ടായിരുന്നില്ലേ, ഇപ്പൊ നീ അയൂമിയുടെ അടുത്തും അധികം മിണ്ടുന്നില്ല, കൊഷീരുടെ അടുത്തും ഒരു ഗ്യാപ്പ് ഇട്ടാ നടക്കുന്നത്, നിനക്കിടയിൽ ശരിക്കും എന്താ സംഭവിച്ചത്, കൊഷീര നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അയൂമിനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണ് പിന്നെന്താ എന്ന് ചോദിക്കാം. എന്ത് അയൂമി എനിക്ക് ഇഷ്ടമാണെന്നാ നിങ്ങൾ എന്തൊക്കെ പറയുന്നേ എന്ന് പറയുമ്പോ എടാ എടാ ഉരുണ്ട് കളിക്കല്ലേ, നിനക്ക് അയൂമി ഇഷ്ടമാണെന്നുള്ള കാര്യം അയൂമി ഒഴിച്ച് ഈ ക്ലാസ്സിലെ എല്ലാവർക്കും അറിയാം എന്ന് പറയാണ്. അപ്പോഴാണ് ഇവന്റെ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം കാവ്യക്ക് മനസ്സിലാകുന്നത്. യോ അങ്ങനൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പൊ ദേ അവര് പൊടുന്നനെ നിനക്ക് യുമിനിയുടെ അടുത്ത് വല്ല താല്പര്യമുണ്ടോ, നീ ഇപ്പൊ കൂടുതലും അവളുടെ പോണല്ലോ എന്ന് ചോദിക്കാണ്. കാക വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ശരി ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രമായിട്ട് ഒരു കാര്യം പറയാം, എനിക്ക് യുമിനെ ശരിക്കും ഇഷ്ടമാണ്, എല്ലാ സ്കൂൾ ഫെസ്റ്റിവലിന്റെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ അവളെ എങ്ങനെയെങ്കിലും വീഴ്ത്താനായിട്ട് നോക്കുക, നിങ്ങളായിട്ട് ഇത് ആരുടെ അടുത്തും ഇപ്പൊ പറയരുത് കേട്ടോ എന്ന് പറയാണ്. പക്ഷെ അവനാ പറഞ്ഞത് ക്ലാസ്സിൽ 4-5 പയ്യന്മാര് കേൾക്കാണ്. അവര് നേരെ ക്ലാസ്സിൽ ചെന്ന് ഇതങ്ങോട്ട് അനൗൺസ് ചെയ്യാണ്. നിങ്ങളെല്ലാരും അറിഞ്ഞോ നമ്മുടെ കാക്കയ്ക്കുണ്ടല്ലോ യുമിനിയെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്റെ അമ്മോ അവന്റെ ടേസ്റ്റ് മാറിയ പോക്കേ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ കളിയാക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോ ശരിക്കുള്ള യുമിനി ഉണ്ടല്ലോ അവളാകെ നെട്ടാണ്. എന്ത് അവനവളെ ഇഷ്ടമാണെന്നോ, അതും ഇത്രയും വൃത്തികെട്ട രൂപത്തിലായിരിക്കുമ്പോ എങ്ങനെയാ അവനവളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത് എന്ന് വിചാരിക്കാം. അപ്പോഴേക്കും ക്ലാസ് മൊത്തം അയുമിയുടെ ചുറ്റും കൂടി. നിനക്ക് ശരിക്കും കാകെ ഇഷ്ടമാണോ, നീ കാകെ എന്തും മറുപടിയാ കൊടുക്കാൻ പോന്നേ, അല്ല അതിനു മുൻപ് നീ ഈ മുഖം വെച്ചിട്ട് എങ്ങനെയാ അവനെ വളച്ചേ എന്നൊക്കെ ചോദിക്കാണ്. അയൂമി ആകെ സങ്കടപ്പെടുകയാണ്. അപ്പോഴേക്കും കാക ഓടി അവിടെ എത്തുന്നു. നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ, എന്തിനാ അവളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് പറയാം. അവരാണെങ്കിൽ അല്ല കാക്ക നീ അപ്പൊ പറഞ്ഞതൊക്കെ സത്യമാണോ, നിനക്ക് ശരിക്കും ഇവിടെ ഇഷ്ടമാണോ, കാക്ക് ഇപ്പൊ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടം തോന്നുന്നു, കാക ലൈക്സ് അഗ്ലി ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് അവര് കളിയാക്കാൻ തുടങ്ങി. കാക ഒട്ടും മടിച്ചില്ല. അവൻ എല്ലാവരുടെ അടുത്തും നിങ്ങളൊന്നും മതിയാക്കുന്നുണ്ടോ, എന്റെ കണ്ണില് അവളാണ് ഏറ്റവും സുന്ദരി, യുമിനിയാണ് ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും അന്തം വിടുകയാണ്. കാക ഇങ്ങനെ പറഞ്ഞപ്പോ അയൂമി ആകെ അതിശയിച്ച് അവനെ നോക്കുക. യുമിനിക്കാണെങ്കിലോ അവന്റെ അടുത്ത് ഒരുമാതിരി ദേഷ്യവും. ഇത്രയും കാലം ആ ശരീരത്തിലുണ്ടായിരുന്നപ്പോ എല്ലാവർക്കും താൻ അഗ്ലി ആയിരുന്നു, ഇപ്പൊ അവളായപ്പോഴോ ബ്യൂട്ടിഫുൾ ആണത്രേ എന്നും പറഞ്ഞുകൊണ്ട് യുമിനി ആകെ ദേഷ്യപ്പെട്ട് ക്ലാസ് റൂമിന് പുറത്തേക്ക് പോവാണ്. കൊഷീരയും അവളുടെ ഒപ്പം പോകുന്നു. ഇവിടെ അയൂമിയാണെങ്കിൽ ആകെ ഇമോഷണൽ ആവാണ്. നിങ്ങളെങ്ങനെ ചിരിക്കാൻ മാത്രം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ വെറുക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കാണ്. പിള്ളേര് മൊത്തം ആകെ സൈലന്റ് ആയി. നിങ്ങൾ എന്നെ കളിയാക്കണേന് മുമ്പ് എന്നെ വെറുക്കണേന് മുമ്പ് എന്റെ കവിളൊന്ന് പിടിച്ചു നോക്ക് എന്ന് പറയാണ്. എന്ത് കവിളി പിടിക്കാനാ ഇവളെന്തൊക്കെയാ പറയുന്നേ എന്നിങ്ങനെ എല്ലാവരും വിചാരിക്കാം. മരിയ നീ വന്ന് പിടിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അയൂമി അവളുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അവളും ശരി ഒന്ന് പിടിച്ചു നോക്കിയേക്കാ എന്ന് പറഞ്ഞിട്ട് അയൂമിയുടെ കവിളി പിടിക്കുക. ഈ ചബ്ബിയായിട്ടുള്ള ആൾക്കാരുടെ കവിളി പിടിക്കാനേ നല്ല രസോ, ഈ ചെറിയ കുട്ടികളുടെ കവിളി തൊടുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ലേ, അതുപോലെയാ. മരിയും അയ്യൂമ്മയുടെ കവിളി പിടിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കാൻ തോന്നുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് ബാക്കിയുള്ള പിള്ളേരും തന്നെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയ്യൂമ്മയുടെ കവിളി വന്ന് പിടിക്കുക. അങ്ങനെ അവരെല്ലാരും തമ്മിൽ ഭയങ്കര കൂട്ടാകുകയാണ്. കാക വന്നിട്ട് അങ്ങനെ വെറുതെ നിങ്ങളുടെ കവിളി പിടിക്കാൻ പറ്റില്ല, ഇതിനൊക്കെ ചാർജ് ഉണ്ട്, ഒരു 100 രൂപ തന്നിട്ട് വേണമെങ്കിൽ ഒരു തവണ പിടിച്ചിട്ട് പോയിക്കോ എന്ന് പറയാണ്. അയ്യൂമ്മയാണെങ്കിലോ എന്താ കാക ഇത് 100 രൂപ ഒന്നും വാങ്ങല്ലേ, 50 രൂപ മതി എന്ന് പറയാണ്. ഈശ്വര ഇവരിതിന് ചാർജും ചെയ്യാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ക്ലാസ്സിലെ പിള്ളേരും ഇവരും എല്ലാവരും തമ്മിൽ ആകുമ്പോ സെറ്റ് ആകുകയാണ്. ഈ സമയം ഇപ്പോഴത്തെ യുമിനിയാണെങ്കിൽ ആകെപ്പാട് കൺട്രോൾ വിട്ട് നിൽക്കുക. എന്ത് ക്യൂട്ടാണെന്നോ, അവള് ക്യൂട്ടാണത്രേ, ഞാൻ ആ ശരീരത്തിലിരുന്നപ്പോ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നറിയോ ആ രൂപം കാരണം. ഇപ്പൊ അവളാണത്രേ ഏറ്റവും പ്രിട്ടി, അവൻ എങ്ങനെയത് പറയാൻ കഴിയുന്നത്, ഈ അയ്യൂമിയും കാകയും എല്ലാം കണക്കാണ്, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാകെ പൊട്ടിത്തെറിക്കുകയാണ്. കൊഷീര അവളുടെ അടുത്ത് നീ എന്തൊക്കെയാ പറയുന്നത്, നീ ഒരുപാട് സഫർ ചെയ്തെന്നോ, നിനക്ക് എന്താ സംഭവിച്ചെന്ന് എൻ്റെ അടുത്ത് പറ യുമിനി എന്ന് പറയാ. എന്നാ അവള് ഞാൻ യുമിനിയല്ലെന്ന് പറഞ്ഞില്ലേ, എത്ര തവണ പറയണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക. അതെ നീ യുമിനിയല്ല, പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയണം, കാരണം ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണ്. അവനീ പറഞ്ഞതും യുമിനി ആകെ ഇമോഷണൽ ആവാണ്. അവൾക്ക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. ചെറുപ്പം തൊട്ടേ ഇവളെ കാണാൻ ഭംഗിയില്ല, ഇവളാകെ ഗുണ്ടാണ് അഗ്ലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവഗണനകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൾക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, ക്ലാസ്സിലെല്ലാവരും ഇവളെ അകറ്റി നിർത്തുക ചെയ്തത്. ചില ബോയ്സ് ഒക്കെ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബെറ്റ് വെച്ച് തോക്കുമ്പോൾ നിങ്ങൾ തോറ്റില്ലേ പകരം യുമിനിയെ പോയി തൊട്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ ആകെ മോശമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അവളുടെ അച്ഛനാണെങ്കിൽ അവളെ അമ്മയെ തനിച്ചാക്കിയിട്ട് പോയി. അതിനുശേഷം അവളുടെ അമ്മയും അവളും തമ്മിലുള്ള ബന്ധവും വഷളാകുമായിരുന്നു. അങ്ങനെ വീട്ടിലും അവൾ ഒറ്റയ്ക്കാണ്, സ്കൂളിലും ഒറ്റയ്ക്കാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന അവളുടെ ലൈഫില് ആകെപ്പാടെ അവളുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ കൊഷീറോ ആയിരുന്നു. അവൾ തനിച്ച് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞ് അവൻ ഹെൽപ്പ് ചെയ്യും. അവൾ വേണ്ടാന്ന് പറഞ്ഞാലും വല്ല ഞാനും കൂടി ചെയ്യാ എന്ന് പറഞ്ഞ് അവളുടെ കൂടെ നിൽക്കുകയും അതേപോലെ അവൾ ലീവ് എടുത്തിരുന്ന ടൈമിലെല്ലാം അവൾക്ക് വേണ്ട നോട്ട്സ് എല്ലാം കൊടുത്ത് അവളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് യുമിനി അവനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൊഷീറോ അങ്ങനെ ഭംഗിയുടെ പുറകെ ഒന്നും പോകുന്ന ആളല്ല, തന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ അടുത്തും അവന് സ്നേഹമൊക്കെ തോന്നും എന്നുള്ള വിചാരിക്കുകയാണ്. അങ്ങനെ അവന്റെ അടുത്ത് തന്റെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് യുമിനി ഒരു ലവ് ലെറ്റർ ഒക്കെ എഴുതിയിട്ട് കൊഷീറയെ കാണാനായിട്ട് ചെല്ലുകയാണ്. എന്നാൽ അപ്പോഴാണ് കൊഷീറയും കാഗയും തമ്മിൽ സംസാരിക്കുന്ന അവള് കേൾക്കുന്നത്. കൊഷീറോ അവന്റെ അടുത്ത് താൻ അയ്യൂമിയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്, എന്റെ ഇഷ്ടം അവളുടെ അടുത്ത് തുറന്നു പറയാൻ പോവാണ് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും യുമിനിയുടെ ആകെയുള്ള പ്രതീക്ഷയും പോവാണ്. യുമിനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം തന്നെ കൊഷീറോ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ഇത്രയ്ക്കും അഗ്ലി ആയിട്ട് ഈ ലോകത്ത് ജനിച്ചത് അതെന്റെ തെറ്റാ. എല്ലാവർക്കും വേണ്ടത് സൗന്ദര്യമോ, ഭംഗിയില്ല എന്ന് വെച്ചാൽ ആരും നമ്മളെ സ്നേഹിക്കില്ല. അതുകൊണ്ടാ ആ സൗന്ദര്യം കഴിക്കലേക്കെന്ന് നോക്കിയത്.
അയൂമി അവൾക്ക് എല്ലാം ഉണ്ട്, നല്ല മുഖം, നല്ല ഫ്രണ്ട്സ്, നല്ല കുടുംബം, എല്ലാം. അവൾക്കിനി നിന്നെയും വേണത്രേ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവൻ പോലും പണയം വെച്ച് അവളുടെ ജീവിതം തന്നെ മോഷ്ടിച്ചത്. ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അവസാനം എല്ലാം മാറി മറിഞ്ഞപ്പോഴും ഇപ്പോഴും ആ ഓർമ്മകൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ എന്താ എനിക്ക് മാത്രം സന്തോഷിച്ചിരിക്കാൻ പറ്റാത്തത്? അവള് കൊഷീരയെ നോക്കി അലറുകയാണ്. അപ്പൊ കൊഷീര അവളുടെ അടുത്ത്, എനിക്ക് മനസ്സിലായി, എന്തായാലും അതെല്ലാം മാറും. നിനക്ക് കാഗെയോ അയൂമിയും ഇഷ്ടമല്ലല്ലോ, അവളുടെ കാര്യം തീരുമാനമായില്ലേ, ഇനി കാഗയുടെ കാര്യം അത് ഞാൻ തീർത്തേക്കാം എന്ന് പറയാണ്. എങ്ങനെ ബോഡി സ്വിച്ച് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പഠിച്ചെടുത്തു, അടുത്ത റെഡ് മോണിന് കാഗയായിട്ട് സ്വിച്ച് ചെയ്യും എന്ന് പറയുന്നു. ഇത് കേട്ടത് യുമിനി ആകെ നെട്ടിയാണ്. നീ എന്തൊക്കെയോ പറയുന്ന, അങ്ങനെയൊന്നും ചെയ്യരുത്, നീയായിട്ട് തന്നെ ഇരിക്കുക, എനിക്ക് അതാ ഇഷ്ടം എന്ന് പറയാണ്. അപ്പൊ കൊഷീരോ, ഏയ് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ കാഗയായിട്ട് മാറാൻ പോകുന്നില്ല, കാഗയും അയൂമിയുമായിട്ടാ മാറാൻ പോകുന്നേ എന്ന് പറയാണ്. അവളൊന്ന് അമ്പരക്കാണ്. എന്ത്, കാഗയോ അയൂമിയോ? അതെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കാഗ അയൂമിയായിട്ടും അയൂമി കാഗയായിട്ടും മാറിയ അവരുടെ ജീവിതം എങ്ങനെയുണ്ടാവുന്നത്, അതെനിക്കൊന്ന് കാണണം. ഇതെല്ലാം ആ തത്തമ്മയും കാണുന്നുണ്ടായിരുന്നു. കുഷീരയുടെ പ്ലാനിംഗ് ഒന്നും അറിയാതെ പാവം കാഗയും അയൂമിയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.